ഹായ് ഹലോ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു അടിപൊളി വീഡിയോ ആയിട്ടാണ്. വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണാം. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്തിട്ട് ബെല്ലൈക്കണും കൂടി ഒന്ന് എനേബിൾ ചെയ്യുക. എന്നാൽ മാത്രമേ ഞാനിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ. അപ്പോൾ എന്താ വെച്ചെങ്കിൽ ദുബായിൽ നിന്ന് വന്നുള്ള കെട്ട് പൊട്ടിക്കലാണ് കേട്ടോ. അപ്പോൾ വെച്ചെങ്കിൽ എല്ലാവരും ഒന്നിച്ചിരുന്നിട്ട് കെട്ട് പൊട്ടിക്കണേട്ടാ. പണ്ടൊക്കെ പെട്ടിയിലായതുകൊണ്ട് പെട്ടി പൊട്ടിക്കലാണ്. ഇപ്പോൾ അതാ ട്രോളി ബാഗിലാണ് കേട്ടോ കൊണ്ടുവന്നിട്ടുണ്ടായത്. ഇതുപോലത്തെ ബാഗും ട്രോളി ആയതുകൊണ്ട് ഇതുപോലെയാണ് കേട്ടോ. അങ്ങനെ അവന് കുറേ ഐറ്റംസൊക്കെ കൊണ്ടുവന്നിട്ടൊന്നുമില്ല, എന്നാലും അത്യാവശ്യം എല്ലാം കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. ഉമ്മാപ്പാവും ഹജ്ജിന് പോകുന്നുള്ളതുകൊണ്ട് ഓർക്കുള്ള ഇറാമിൻ്റെ ഡ്രസ്സ് അതുപോലത്തെ കാര്യങ്ങൾ മാത്രമാണ് കേട്ടോ അധികം കൊണ്ടുവന്നിട്ടുണ്ടായത്. പിന്നെ നമ്മളെ കുഞ്ഞു ലീനാമോൾക്ക് കുറച്ച് അത്യാവശ്യമായിട്ടുള്ള ഡ്രസ്സും കാര്യങ്ങളും കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഓരോന്നോരോന്നായിട്ട് എടുത്തു കൊടുക്കുന്നുണ്ട്. കുഞ്ഞിൻ്റെ നമ്മൾ നല്ല അടിപൊളി ഡ്രസ്സായിരുന്നു. കുറേ കാലത്തിന് ശേഷം കിട്ടുന്ന ഒരു പെൺകുഞ്ഞല്ലേ, അപ്പോൾ അതുകൊണ്ട് അതിന് വേണ്ടിയിട്ടാണ് എല്ലാം കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അത്യാവശ്യം 1-2 ഡ്രസ്സും കാര്യങ്ങളൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. എന്തുണ്ടെങ്കിലും ഇല്ലയെന്നുണ്ടെങ്കിലും ഈ ദുബായിൽ നിന്ന് കൊണ്ടുവരുന്ന പൊട്ടിക്കുമ്പോൾ കാണാൻ ഒരു രസം വേറെ തന്നെ കേട്ടോ. ലാസ്റ്റ് പൊട്ടിച്ച് നോക്കുമ്പോൾ ഒന്നും ഉണ്ടായില്ല എന്നുണ്ടെങ്കിലും പൊട്ടിക്കുന്ന കാണാനുള്ള രസമൊന്നും വേറെ തന്നെ കേട്ടോ. എല്ലാവരും വരാണ്ടൊന്നും അങ്ങനെ പൊട്ടിക്കലുമില്ല. പിന്നെ ഉമ്മാക്കും ഉപ്പാക്കും ഹജ്ജിന് പോകുമ്പോഴാണുള്ള എല്ലാ ഐറ്റംസും ഒന്ന് ഗൾഫിൽ നിന്ന് വരുമ്പോൾ തന്നെയാട്ടോ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നത്. ഇറാമിൻ്റെ ഡ്രസ്സ്, ചെരുപ്പ്, പിന്നെ പർദ്ദ, നിസ്കാരക്കുപ്പായം, അങ്ങനെ A to Z സാധനം ഒന്ന് വരുമ്പോൾ തന്നെ കൊണ്ടുവന്നതാണ്. അപ്പോൾ ഇവിടുന്ന് അത് പർച്ചേസിങ് കാര്യങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. ആടുന്ന് കൊണ്ടുവരുമ്പോൾ എന്തെല്ലാം നല്ല ക്വാളിറ്റി സാധനങ്ങൾ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ആടുന്ന് തന്നെ ഒന്ന് കൊണ്ടുവന്നതായിരുന്നു. നല്ല രസമുണ്ടായിരുന്നു. ഉമ്മാക്കുള്ള ചെരുപ്പ്, ഉപ്പാക്കുള്ള ചെരുപ്പ്, ഇറാമിൻ്റെത്, പർദ്ദ, അങ്ങനെ എല്ലാം ആടുന്ന് വരുമ്പോൾ തന്നെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നുണ്ട്. പിന്നെ അത്യാവശ്യമായിട്ടുള്ളത് ഇതുപോലത്തെ കുറച്ച് ഐറ്റംസ് മാത്രമാണ് കേട്ടോ അവന് നമുക്കെല്ലാം കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നത്. ചെറുതാണെങ്കിലും വലുതാണെങ്കിലും നമ്മളെല്ലാവരും ഓരോരോ കവറും പിടിച്ചിട്ടിരുന്നേനെ കേട്ടോ. നമുക്ക് കിട്ടുന്നിടത്തിട്ട് നമുക്ക് വരാമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ എല്ലാവർക്കും കുറച്ചൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഓൻ്റെ കുറച്ച് ഡ്രസ്സും കാര്യങ്ങളും മാത്രമാണ് കേട്ടോ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നത്. എപ്പോൾ ഇനിയിപ്പോൾ 2-3 പ്രാവശ്യമായിട്ട് അടുപ്പിച്ച് വരുന്നതുകൊണ്ട് എന്തായി ദുബൈയിൽ നിന്ന് കൊണ്ടുവരുന്നതായിട്ട് നമ്മളെല്ലാം ഇങ്ങനെ വെറുതെ ഇരിക്കുകയായിരുന്നു. അങ്ങനെ ദുബൈയിൽ വൈറലായിക്കൊണ്ടിരിക്കുന്ന പിസ്താച്ചോൻ്റെ ചോക്ലേറ്റും കൂടി കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അത് ഭയങ്കര ആഗ്രഹമായിരുന്നു നമുക്ക് എല്ലാവർക്കും വേണമെന്നുള്ളത്. അങ്ങനെ എല്ലാവർക്കും ഓരോ ചോക്ലേറ്റും കൂടി കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഓരോ ചോക്ലേറ്റില്ല, ഒരു ചോക്ലേറ്റാണ് കേട്ടോ കൊണ്ടുവന്നിട്ടുണ്ടായത്. അത് എല്ലാവരും നമ്മൾ ഷെയർ ചെയ്തിട്ട് എടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഇതുപോലത്തെ വേദനയൊക്കെ പറ്റുന്ന മരുന്ന്, ടൈഗർ ബാം, സോപ്പ്, പേസ്റ്റ്, അതുപോലത്തെ ഐറ്റംസൊക്കെ ഒന്ന് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഇതുപോലത്തെ ആങ്കറിൻ്റെ പാൽപ്പൊടി ഇതും കൂടി കൊണ്ടുവന്നു. ഇത് ഏകദേശം ടാങ്ക് പൊടി, പാൽപ്പൊടി അങ്ങനെയൊക്കെ ഒന്ന് വരുമ്പോൾ കൊണ്ടുവരലുണ്ട്. അങ്ങനെ എല്ലാം പൊടിച്ച് നോക്കുമ്പോൾ അതാ കുഞ്ഞുമോൾക്ക് നല്ലൊരു അടിപൊളി ചെരുപ്പാണ് കേട്ടോ. അങ്ങനെ കുഞ്ഞുമോക്കുള്ള ഏകദേശം എല്ലാം കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. ഞാൻ ഇത് മുന്നേ എടുത്ത് വെച്ച വീഡിയോ ആയിരുന്നു കേട്ടോ. പക്ഷേ എനിക്കെന്തോ അതിലിടാൻ വിട്ടുപോയതാണ്. വീഡിയോസൊക്കെ ഞാൻ കൂടുതൽ എടുത്ത് വെക്കാറുണ്ട്. പക്ഷേ നമ്മൾ വിചാരിച്ച ടൈമിൽ എഡിറ്റ് ചെയ്യാൻ പറ്റാത്തത് കൊണ്ട് ഞാൻ അങ്ങനെയൊന്നും ഇട്ടിട്ടൊന്നുമില്ല കേട്ടോ. കാരണം പിന്നെ എല്ലാം തിരക്കിൽ തന്നെ ആയി. ഹജ്ജിന് പോകുന്ന തിരക്ക്, പിന്നെ ഹജ്ജിന് പോകുന്നതിനുള്ള മൗലിദ്, പിന്നെ അനിയത്തി പ്രസവിച്ചത്, തൊട്ടിലെട്ടിൽ, അങ്ങനെ എപ്പം ബിസി തന്നെ ആയത് കാരണം വീഡിയോ എടുക്കാനോ എഡിറ്റ് ചെയ്യണോ അങ്ങനെയൊന്നും പറ്റിയിട്ടൊന്നുമില്ല കേട്ടോ. പിന്നെ മുന്നത്തെ പോലെ അങ്ങനെ ചോക്ലേറ്റ് ഒന്നും കൊണ്ടുവരലില്ല. കാരണം ചോക്ലേറ്റ് ഉമ്മാക്ക് ഉപ്പാക്കൊക്കെ ഷുഗറാണ്. അപ്പോൾ അവരെന്നെ ഇരുന്ന് കഴിക്കണ്ടെന്ന് വെച്ചിട്ട് നമ്മൾ കൂടുതലും ചോക്ലേറ്റ് കൊണ്ടുവരണ്ടാന്ന് പറയാം കേട്ടോ. പിന്നെ ഇതുപോലത്തെ നട്ട്സും കാര്യങ്ങളൊക്കെ കൊണ്ടുവരാറുണ്ട്. അത്യാവശ്യം കുറച്ച് ചോക്ലേറ്റ് മാത്രമാണ് കേട്ടോ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നത്. ഒന്ന് ദുബായിൽ നിന്ന് വരുമ്പോൾ എപ്പം കുറേ ചോക്ലേറ്റ് ആയിട്ട് തന്നെ കേട്ടോ അവരുടെ എല്ലാവർക്കും ഷെയർ ചെയ്യാനുള്ള ചോക്ലേറ്റ് ഉണ്ടാവാറുണ്ട്. പക്ഷേ ഇപ്പോൾ വരുമ്പോൾ ചോക്ലേറ്റ് ഒന്നും അങ്ങനെ കൊണ്ടുവന്നിട്ടാ. ദുബായിൽ നിന്ന് വരുമ്പോൾ കൂടുതൽ പേരും കൊണ്ടുവരലും ചോക്ലേറ്റാണ് കേട്ടോ. പിന്നെ ഇതുപോലെ ചിപ്സ്, ഒമാൻ ചിപ്സ്, അങ്ങനത്തെ കുറച്ച് പിള്ളേർക്ക് വേണ്ട എല്ലാം കൊണ്ടുവന്നിട്ടാ. റുബിക്സ് ക്യൂബ്, പിള്ളേർക്ക് കളിക്കുന്ന ഐറ്റംസ് എല്ലാം കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. പിന്നെ ബദാം, പിസ്ത, നട്ട്സ്, അങ്ങനെ കുറച്ച് ഐറ്റംസൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. എല്ലാം കാണാൻ നല്ല രസമുണ്ടായിരുന്നു കേട്ടോ. നമ്മളെല്ലാം ആ സ്പോട്ടിൽ തന്നെ എല്ലാം കഴിച്ചിട്ട് തീർക്കേണ്ട അങ്ങനെ ഉണ്ടായിട്ടുണ്ടായിരുന്നു. പിന്നെ ഈത്തപ്പഴം കേട്ടോ. ഇതുപോലത്തെ കുറച്ച് എല്ലാം വെയിറ്റുള്ള സാധനമായതുകൊണ്ട് നമുക്ക് കാണുമ്പോൾ ഒന്നും ഇല്ലാന്നുണ്ടെങ്കിൽ ഇത് എന്തില്ല 30-40 കിലോ ലഗേജ് എന്തായാലും ഇല്ലാതിരിക്കില്ല. നെക്സ്റ്റ് ഓപ്പൺ ചെയ്യുന്നുള്ളത് ഈ ട്രോളിയാണ് കേട്ടോ. അത്യാവശ്യം ഇറാമിൻ്റെ ഡ്രസ്സ് മാത്രമാണ് കൊടുക്കുന്നത് പറഞ്ഞിട്ടുള്ളത്. പിന്നെ എല്ലാവരും ചില്ലറ പെരുക്ക് വേണ്ടിയുള്ള സാധനം കൂടി കൊടുത്തിട്ടുണ്ടായിരുന്നു. നിങ്ങൾക്ക് ഇങ്ങനെയെല്ലാം കൊണ്ടുവരുന്നതെന്നൊന്ന് കമൻറ്റ് ചെയ്യട്ടെ. ആരെല്ലാം എന്തെല്ലാം കൊണ്ടുവരുന്നതെന്ന്. മെയിനായിട്ട് പേർക്ക് വരുമ്പോൾ കൊണ്ടുള്ള പാൽപ്പൊടി, ടാങ്ക്, സോപ്പ്, പേസ്റ്റ്, ബ്രഷ്, അങ്ങനെ അത്യാവശ്യം അങ്ങനത്തെ സാധനമാണ് അധികം കൊണ്ടുള്ള. യോനും അങ്ങനെ കേട്ടോ കൊണ്ടുള്ള. പിന്നെ ഇതാ ഇറാമിൻ്റെ സാധനം കേട്ടോ മൊത്തം. പിന്നെ നട്ട്സും കാര്യങ്ങളും ഉണ്ടായിരുന്നു. അത്യാവശ്യം പേർക്ക് എല്ലാ സാധനവും എപ്പം കൊണ്ടുവരലുണ്ട് കേട്ടോ. ഒന്നും കൊണ്ടുവരാതെ അങ്ങനെ വരലൊന്നുമില്ല. നമുക്ക് എല്ലാവർക്കും എപ്പം വരുമ്പോൾ കൊണ്ടുവരലുണ്ട്. പിന്നെ എൻ്റെ പെരുക്കുള്ള ബെഡ്ഷീറ്റ്, ബ്ലാങ്കറ്റ്, അങ്ങനത്തെ എല്ലാം കൊണ്ടുവന്നു തന്നെ കേട്ടോ. ഇപ്പോൾ ഒരു കുടി കൂടൽ സമയത്ത് കുറേ ബെഡ്ഷീറ്റ്, ബ്ലാങ്കറ്റ്, അങ്ങനത്തെ എല്ലാം കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഇപ്പം കൊണ്ടുവന്നിട്ട് കേട്ടോ ബെഡ്ഷീറ്റെല്ലാം എല്ലാവർക്കും വരുമ്പോൾ എല്ലാം കൊണ്ടുവന്നായിരുന്നു. അങ്ങനത്തെ ഈ പൊട്ടിയും കൂടി തുറന്നിട്ടാൽ കൂടുതലായിട്ടുള്ളത് എല്ലാം ഇറാമിൻ്റെ ഡ്രസ്സാണ് കേട്ടോ. ഉംറക്ക് ഹജ്ജിന് പോകാനുള്ള ഇറാമിൻ്റെ ഡ്രസ്സാണ്. അപ്പോൾ 4 കൂട്ട് ഡ്രസ്സ് കൊണ്ടുവന്നായിരുന്നു. ഉമ്മാവും 2 വർഷം മുമ്പ് ഉംറക്ക് പോയായിരുന്നു. അപ്പോൾ അതിൻ്റെ ഡ്രസ്സ് ഓൾറെഡി ഉണ്ടായിരുന്നു.
പിന്നെ ഓൻ ഇരിക്കിട്ട് വെച്ചിട്ട് വീണ്ടും കൊണ്ടുവന്നു കേട്ടാ. പിന്നെ ഇതൊരു ബെഡ്ഷീറ്റായിരുന്നു. അങ്ങനെ എല്ലാം കൊടുന്നിട്ടാ. പിന്നെ ലഹീനും നയാസും പൊട്ടിക്കുമ്പം ഓർക്ക് വേണ്ടതെല്ലാം ഒരെണ്ണം എടുത്തിട്ട് പാക്കാക്കിയിട്ട് പോയിട്ടാ. നല്ലൊരു അടിപൊളി ബെഡ്ഷീറ്റായിരുന്നു. പിന്നെ ചെരുപ്പും കാര്യങ്ങളും അങ്ങനത്തെ ഐറ്റംസൊക്കെ കൊണ്ടുവന്നേനട്ടാ. എല്ലാം കൊടുന്നതൊക്കെ എല്ലാം നല്ല രസമുണ്ടായിരുന്നു. പിന്നെ മറിയം പൗഡർ അങ്ങനത്തെ സ്പ്രേ അങ്ങനത്തെ ഒക്കെ നമുക്ക് എല്ലാവർക്കും തന്നായിരുന്നു കേട്ടോ. അങ്ങനെ നമ്മളെ പറയുന്ന ദുബായിലത്തെ ഐറ്റംസ് ഒന്നും മാറി നിൽക്കല്ല കേട്ടോ. എപ്പം കൂടുതലായിട്ട് നമ്മളെ പറയല് എപ്പം ദുബായിലത്തെ സാധനം തന്നെയായിട്ട് ഉണ്ടായത്. എന്ത് സാധനമായെങ്കിലും ദുബായിൽ നിന്ന് കൊണ്ടുവന്നത് നല്ലൊരു ക്വാളിറ്റി പ്രൊഡക്റ്റ് തന്നെയാണ്. എല്ലാം കൂടുതൽ പാത്രങ്ങൾ കാര്യങ്ങളെല്ലാം അവന് കൊണ്ടുവരലുണ്ട്. എല്ലാം നല്ല ഉണ്ടാകും കേട്ടോ. നോൺ സ്റ്റിക്കിൻ്റെ കുറേ പാത്രങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ടായിട്ടാ. പിന്നെ ഇതുപോലത്തെ ഉള്ളിലിടുന്ന ചെരുപ്പ് ഉപ്പാക്കുക. ഇത് ബെൽറ്റാണ് കേട്ടോ. ഹജ്ജിന് പോകുമ്പോൾ ഇടാൻ വേണ്ടിയിട്ടുള്ള അങ്ങനെ ബെൽറ്റാണ് കേട്ടോ. അപ്പോൾ സ്റ്റിച്ച് ചെയ്തൊന്നും ഇടാൻ പാടില്ല. ഇറാമിൻ്റെ ഡ്രസ്സിൻ്റെ ഒന്നിച്ച് ഇടാൻ വേണ്ടിയിട്ടുള്ള ചെരുപ്പ് ബെൽറ്റ് അങ്ങനെയെല്ലാം കൊണ്ടുവന്നായിരുന്നു കേട്ടോ.